മിനുടാ എന്തോ ഇത് ശരിയാവില്ല കേട്ടോ. എന്താ ശരിയാവത്തില്ല. എന്താ ശരിയാക്കേണ്ടത്? കുറെ ദിവസമായിട്ട് ഒരാളെ കാണുന്നില്ല ഇവിടെ. ആരാണ് അയാൾ? നമ്മുടെ കുഞ്ഞാറ്റ. ഇപ്പൊ എത്തും. വിളിക്കണോ? വരുമോ? ഇപ്പൊ തന്നെ വരും. വിളിച്ച ഓടി എത്തുന്ന ഒരു നോക്കത്താ ദൂരത്തിരിപ്പുണ്ട് കുഞ്ഞാറ്റ. വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റ കിളി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഹലോ. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റയ്ക്കായി ഒരു പാട്ട്. കുഞ്ഞിക്കിളിയേ കൂടെ വിടെ, കുഞ്ഞോ മനനിൻ കൂടെ വിടെ, എന്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂമുള്ളാൻ മാനത്തെ ചൂടേൽക്കാൻ. കുഞ്ഞിക്കിളിയേ കൂടെ വിടെ, കുഞ്ഞോ മനനിൻ കൂടെ വിടെ. കുഞ്ഞാറ്റയുടെ കൂടെ എവിടെയാ? എന്റെ കൂടെ മരത്തിലുണ്ടാവും. മരത്തിലോ? ഒരു മരത്തിലുണ്ടാവും. എടാ വീട് എവിടെയാ? എഴുപുന്ന അത് തന്നെ. കുഞ്ഞാറ്റെ എന്തോ ഭയങ്കരമായിട്ട് മിസ് ചെയ്തല്ലോ. എവിടെ പോയി നമ്മുടെ കുഞ്ഞാറ്റ ഇത്രയും ദിവസം? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരും കാണാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ വിളിക്കുക, കുഞ്ഞാറ്റ എവിടെ, മെസ്സേജ് കുഞ്ഞാറ്റ എവിടെ, വോയിസ് നോട്ട് കുഞ്ഞാറ്റ എവിടെ. ഞാൻ ഇങ്ങനെ അതിലിങ്ങനെ അയ്യോ എപ്പോഴായി കുഞ്ഞാറ്റ ഒന്ന് വരുന്നേ. ഇതിനിടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി കഴിഞ്ഞ ദിവസം. അപ്പോ അവിടത്തെ കല്യാണം എല്ലാം കഴിഞ്ഞ് സദ്യക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോ ആ വിളമ്പുന്ന ചേച്ചിമാര് ആ പരിപ്പും നെയ്യും വിളമ്പുമ്പോ ആ ചേച്ചി പറയും, സാമ്പാർ വന്നിടുമ്പോ ആ ചേച്ചി പറയും, കുഞ്ഞാറ്റ കുറച്ച് കുഞ്ഞാറ്റ വിളമ്പട്ടെ. എന്നിട്ട് പറയും, ദേ ഞങ്ങളെ കുഞ്ഞാറ്റ അന്വേഷിച്ചു എന്ന് പറയണട്ടാ. എല്ലാരും അങ്ങനെ പറയും. ഓരോ വിഭവങ്ങൾ വിളമ്പാൻ വരുന്ന ചേച്ചിമാർ ഇങ്ങനെ പറഞ്ഞു. മൂന്ന് കൂട്ട് നാല് പായസം ഉണ്ടായിരുന്നു. മക്കളെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞാറ്റ ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അല്ലേ? അത് ഗംഭീരാണേ. ഒത്തിരി ഫാൻസ് വരും. ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? മേലെ വീട്ടിലെ വെണ്ണിലാവ്. മനു അങ്കിൾ. അതെ, നൈസ് സോങ്. ഡീറ്റെയിൽസ്. ഫിലിം മനു അങ്കിൾ, വർഷം 1988, മ്യൂസിക് ശ്യാം സാറ്, ലിറിക്സ് ഷിബു ചക്രവർത്തി സാറ്, പാടിയത് ചിത്രാമ്മ. ഓക്കേ, മിടുക്കി. സൂപ്പർ ആക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങ് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോയി താഴെ വീണിന്നുടഞ്ഞു പോ. സൂപ്പർ കലക്കി. എപ്പോഴത്തെയും പോലെ ഇന്നും കലക്കി. മിനുടി, എന്തോ എനിക്ക് ഈ കുഞ്ഞാറ്റെ കൊണ്ട് വയ്യ. ആർക്കും വയ്യാണ്ടായിട്ടുണ്ട് ഇപ്പോ. ഒരു രക്ഷയില്ലടാ. എന്തിനാ ഇങ്ങനെയൊക്കെ? Who is this professional singer here? Yeah, who is this? Who is this? ഇതാരാണ്? കൃഷ്ണൻ. ഓ സുഭദ്ര. ആ പേരൊന്നും അല്ല, കുഞ്ഞാറ്റ. അതാണ് എല്ലാവർക്കും അറിയുന്ന പേര്. മാത്രമല്ല എന്തൊരു കോൺഫിഡൻസ് അല്ലേ. അതെ അതെ, അതാണ് ഞാൻ പാടിയിരിക്കും. നോക്കിക്കോ, അങ്ങനെ മേലെയുള്ള നിലാവിനെ ഇവിടെ കൊണ്ടുവന്നു. മേലെ വീട്ടിലെ വെണ്ണിലാവ് രാവിൽ തോണി കളിച്ചൊരു നേരം കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോയി താഴെ വീണിന്നുടഞ്ഞു പോ. ഈ സംഗീതത്തിന്റെ, ഈ പ്രകാശത്തിന്റെ, ഈ ടാലന്റിന്റെ നിലാവ് ഇങ്ങനെ പരന്നു. അത് കാണുമ്പോഴത്തേക്കും ഇവിടെ ഹൃദയം നിറയുന്നു, പിന്നെ കണ്ണും നിറയുന്നു. താങ്ക് യു സർ. സൂപ്പർ സുപ്രീമാണ്. ബ്യൂട്ടിഫുൾ. ഓരോ ഇടങ്ങളും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഫസ്റ്റ് പല്ലവി ഉണ്ടല്ലോ, അടിച്ച് തകർത്ത്. താങ്ക് യു. പിന്നെ അടുത്ത പോർഷനിൽ ഞാനോടി ഓരത്തൊന്ന് ചെന്നപ്പോൾ എന്ന് പാടിയില്ലേ, തകർത്ത്. താങ്ക് യു. പിന്നെ അവസാനത്തെ ചരണമില്ലേ, അവിടെയും നന്നായിരുന്നു. താങ്ക് യു. എല്ലാം നന്നായിരുന്നു. താങ്ക് യു. പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ ഒരു വെള്ളി പോലെ അല്ലേ, ഏറ്റവും അവസാനത്തെ പല്ലവിയില് അതില് വന്നു അല്ലേ. അതൊരു വലിയ ഡ്രൈ ആയിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ചീളുക സാർ, ആർക്കും സംഭവിക്കാം. അതൊരു വലിയ കുഴപ്പമാണോ സാർ? അറിഞ്ഞൂടാ. കൃത്യമായിട്ടുള്ള ഒരു സോങ് സെലക്ഷനുമായിട്ട് ഇവിടെ വന്ന് പാടി ആ നിലാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അതിന് നമുക്കാണ് പറയേണ്ടത്, നമ്മളാണ് പറയേണ്ടത് അങ്ങോട്ട് നന്ദിയുണ്ടെന്ന്. താങ്ക് യു. സൂപ്പറാണ് കുഞ്ഞാറ്റെ. താങ്ക് യു. കുഞ്ഞാറ്റയുടെ ഫാൻ. ഹായ്. ഹലോ. കുഞ്ഞാറ്റക്കിളി, എന്തോ എന്തോന്നായി കാണുന്നേ? എത്രാമത്തെ, എത്ര പ്രാവശ്യം നമ്മൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം അടിപൊളി അടിപൊളി? എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്തിനാ നമ്മളെ എണീപ്പിച്ച് കഷ്ടപ്പെടുത്തണേ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? വൈ പോയി. ഉഗ്രനായിട്ട് പാടി കേട്ടോ. നല്ല, ഞാൻ പറയായിരുന്നു ഒരു പ്രൊഫഷണൽ സിംഗറിനെ പോലെയാണ് പാടുന്നത്. ഇപ്പൊ തന്നെ പ്രൊഫഷണൽ ആയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല, നേരത്തെ പറഞ്ഞ പോലെ നല്ല കോൺഫിഡൻസ് ആണ്. ഒരു സ്ഥലത്ത് പോലും അണുവിട ശ്രുതി പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ പെർഫെക്ഷൻ ആ ഒറിജിനൽ എങ്ങനെ കേട്ടോ അതുപോലെ മാക്സിമം ഇവിടെ പാടിയിട്ടുണ്ട്. മാക്സിമം. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴത്തെയും പോലെ ഇന്നും ആടിച്ച് പൊളിച്ച് പാടി. ഓക്കെ, എവിടെയെങ്കിലും ഓഫറൊക്കെ വന്നോ പാടിക്കാൻ, സിനിമയിൽ പാടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും?
വന്നു. എനിക്ക് എന്നിട്ടാണോ സംശയം അത് പറയാത്തത്? എനിക്ക് സംശയം തോന്നി. മധുകളുടെ ഗസ്സൊക്കെ നോക്ക്. ആ എനിക്ക് ഒരു ആൽബത്തില് പാടാനായിട്ട്, ആണോ? ഒരു ആനിമേഷൻ ആൽബത്തിൽ Animation പാട്ട് പാടാനായിട്ട് അവസരം കിട്ടി. പാടിയോ? പാടി. ആ അത് കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. അതൊക്കെ ഒരു നല്ല വിശേഷമല്ലേ, അതൊക്കെ പറയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ലത്തീഫ് സാർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ആ ഡയറക്ടർ. പാട്ട് എനിക്കറിയാം, ലത്തീഫൊക്കെ. ആ പാട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ഓർമ്മയുണ്ടോ? ആ. രണ്ടിലും കേക്കട്ടെ. തത്തമ്മേ തത്തമ്മേ ശിങ്കാരി തത്തമ്മേ, ആഹാ. നിന്റെ ചുണ്ടിലെന്തൊരു ചോപ്പ് നിറം തത്തമ്മേ, നിന്റെ കാലിനെന്തൊരു സ്വർണ്ണ നിറം തത്തമ്മേ, വെറ്റില മുറുക്കിയോ ചുണ്ടിത് ചോപ്പായോ, മാണിക്യം തേടിയിട്ടോ കാലിന് സ്വർണ്ണ നിറം, നിന്റെ ചുണ്ടിലെന്തൊരു ചോപ്പ് നിറം തത്തമ്മേ, നിന്റെ കാലിനെന്തൊരു സ്വർണ്ണ നിറം തത്തമ്മേ. നല്ല പാട്ടാണല്ലോ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഉണ്ണിമേനോൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ് പാടിയത്. സ്റ്റുഡിയോ അല്ലേ? കൊള്ളാലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ അപ്പൊ? അതെ. മധു, ഞാനിനി ഒന്ന് പടങ്ങിക്കോട്ടെ. ഇനി പണങ്ങിക്കോ. പടങ്ങി പാട്ട് കേട്ട് സന്തോഷമായിട്ട് പിണങ്ങണോ? അതെ. ആ പാട്ട് കേട്ടു, പക്ഷെ ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ നേരത്തെ. അതെ, അത് ശരിയാട്ടോ. നമ്മളെ അറിയിക്കേണ്ടതായിരുന്നു കുഞ്ഞാറ്റെ. കുഞ്ഞാറ്റെ ഒരു ഒറ്റ വാക്കെങ്കിലും പറഞ്ഞോ. ആ ചെയ്തതിനോട് എനിക്കും യോജിപ്പില്ല. ആ ചെയ്തത് ശരിയാണോ? ശരിയാണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഉണ്ണി സാറിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, കുട്ടൻ, ഈ പ്രായത്തില് ഈ കുട്ടി ഇത് പാടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അല്ലേ കുട്ടൻ? പിണങ്ങരുത് അല്ലേ കുട്ടൻ? ഇപ്പൊ ശരിയല്ലോ? ഇപ്പൊ ശരിയല്ലേ? ഇപ്പൊ ശരി. ഇപ്പൊ എന്തൊക്കെ കാണിക്കണം ഞാനിവിടെ. അല്ല, ഈ കുട്ടനൊന്ന് സമാധാനിപ്പിക്കാൻ. കുഞ്ഞാറ്റക്കിളി, എന്തൊരു എനർജി! ഇതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതെനിക്ക് അറിയണം. അതാണ് വലിയൊരു സീക്രട്ട് എനിക്ക് അറിയേണ്ടത് കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്ന്. ഈ ആദ്യം മോട്ടിവേഷൻ കൊണ്ടാണ് ഇങ്ങനെ തന്നു. കണ്ടോ? അതാണ് ആ ഒരു എനർജി. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചേഞ്ചും ഇല്ലാതെ, എന്താ മേള് പാടിയാലും താഴെ പാടിയാലും ആ എനർജി അതുപോലെ നിൽക്കുകയാണ്. അടിപൊളി. മിടുക്കി. നല്ല ക്ലാരിറ്റി. കുഞ്ഞാറ്റെ പോലെ ലോകത്ത് കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ. അത് പിന്നെയും തെളിയിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റേതരായിട്ടുള്ള സ്ഥാനം ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോ. അത് നല്ലൊരു സ്ഥാനമായിരിക്കും. കുട്ടൻ, മാർക്ക് പറയൂ കുട്ടൻ. മാർക്ക് പറയൂ കുട്ടൻ. കുഞ്ഞാറ്റാ going to be awarded 100 on 100 today. മധുര മഴ. ഒരു വിശേഷം പറയാനുണ്ട്. എന്താണ് വിശേഷം? ഞാനും എന്റെ വീട്ടുകാരും എല്ലാരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് ഞങ്ങൾ എത്തിയപ്പോ കുറച്ച് വൈകി. അപ്പൊ ഇങ്ങനെ അഴിയിൽ ഇങ്ങനെ നിർത്തിയേക്കൂലേ ക്യൂവില്, അപ്പൊ അങ്ങനെ നിക്കണേണ്. ഉച്ചപൂജക്ക് ടൈമാണ്, ഞങ്ങള് വൈകിയല്ല. അപ്പൊ നട അടക്കും. ഉച്ചപൂജ ചെയ്തുകൊണ്ട് നട അടച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഇപ്പുറത്തുള്ള ക്യൂവിലുള്ള ആൾക്കാരെ എല്ലാരും തുറന്നു വിട്ട് കഴിഞ്ഞിട്ട്, അപ്പം അത് കഴിഞ്ഞിട്ട് അവരെ അടച്ചില്ല. പിന്നെ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമമായി പെട്ടെന്ന്. അത് കൊറേ നേരം നിക്കണല്ലേ, രാവിലെ കുറച്ച് വൈകിയാണ് എന്തായാലും. വിഷമമായി. എന്നാലും അത്ര നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അതെ. അപ്പൊ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കാനാണ്. ഈ കുടിവെള്ളമൊക്കെ കൊടുക്കുന്ന ചേച്ചി വന്നിട്ട് ചേച്ചി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണാണ്. അപ്പൊ എന്നെ കണ്ടിട്ട് ടോപ്പ് സിംഗറിൽ പാടുന്ന കുഞ്ഞാറ്റയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ സെക്യൂരിറ്റി അങ്കിളുടെ അടുത്ത് പോയി പറഞ്ഞു, ടോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സെക്യൂരിറ്റി അങ്കിൾ വന്നിട്ട് ഞങ്ങളുടെ ക്യൂ തുറന്നു തന്നു. അതെ, കുഞ്ഞാറ്റ കാരണം. കൊള്ളാം. അതെ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അതെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോമിസ് ഇല്ലേ എന്റെ കൂടെ പാട്ട് പാടാന്ന്? അതാരായിരുന്നു പറഞ്ഞ? ഞാനാണോ കുഞ്ഞാറ്റാണോ പറഞ്ഞത്? ആ, കുഞ്ഞാറ്റ കിളി. ഏതായിരുന്നു പാട്ട്? നമ്മുടെ പാടാം. പണ്ടല്ലേറെ മുമ്പല്ലന്ന് വെള്ളം വന്ന നേരത്ത് അന്നം വിട്ട് നിന്നു നമ്മൾ
മക്കളെ ധിമി ധിമി ധിമിടാ 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 ധിമി 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 ധിമിടാ ധിമി 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 ധിമിടാ ധിമി ധിമി ധിമിടാ ധിമി 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 ധിമിടാ ധിമി 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 ധിമിടാ. കൊള്ളാം, അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. കൈനീട്ടതല്ലേ, ലാസ്റ്റ് കൈനീട്ടതല്ലേ, അത് നന്നായി, വളരെ നന്നായി. രണ്ടുപേരും കയ്യിൽ നിന്നിടുന്ന ടീംസ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ ഇങ്ങനെ ഉടക്കി നോക്കി, ഞാൻ പാടിയത് ശരിയാണോ, കുഞ്ഞാറ്റ എന്നെ നോക്കി, ഞാൻ പാടിയത് ശരിയാണോ. പക്ഷെ ഭയങ്കര സുഖമുണ്ട് കേട്ടോ പാടാൻ. കുഴപ്പമില്ല, സമാധാനായി. രണ്ടുപേരും പാടിയത് ശരിയായില്ല. അവള് കറക്റ്റ് പാടി, ഞാനാ തെറ്റിച്ചത്, കുറച്ച് എക്സ്ട്രാ പാടി ഞാൻ. രണ്ടുപേരും നന്നായിട്ട് പാടി. അതെ. അപ്പൊ കുഞ്ഞാറ്റ കിളി താങ്ക് യു സോ മച്ച്. Okay. ആര്യ ചേച്ചി താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ട് നിങ്ങളുടെ കോംബോ. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും എനർജി. അതെ, രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. അടുത്ത ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് ഒരാളെ വിളിക്കാം. റിജ്വൽ. റിജ്വൽ എത്തുന്നു. ആരോ റിജോയാ. അതെ.